നമസ്കാരം. ദാവൂദ് ഇബ്രാഹിമിനെക്കുറിച്ചും അയാളുടെ ഡി കമ്പനിയെക്കുറിച്ചുമൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് പറയേണ്ട കാര്യമില്ല. രാജ്യത്ത് തീവ്രവാദത്തിൻ്റെ പേരിലാണെങ്കിലും മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ പേരിലാണെങ്കിലും ഒക്കെ തന്നെ ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിക്കുകയും ഇപ്പോഴും സുരക്ഷിതനായി പാകിസ്ഥാനിലെ കറാച്ചിയിൽ എവിടെയോ ഒളിവിൽ കഴിയുകയാണ് ഇയാളെ വിട്ടുകിട്ടാനുള്ള ശ്രമം ഇന്ത്യ വർഷങ്ങളായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ഇയാളുടെ വേരുകൾ ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എത്തുന്നത് ഇയാളുടെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി പോലീസ് പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. സലിം ഡോല എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് UAE-യിലും തുർക്കിയിലുമെല്ലാം ഓടി നടന്ന് മയക്കുമരുന്ന് ബിസിനസ്, അതും സിന്തറ്റിക് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതിൻ്റെ മുഖ്യ കണ്ണിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം തന്നെയാണ് എങ്കിൽ പോലും ഈ സലിം ഡോലയും അയാളുടെ മകനും ഉൾപ്പെടുന്ന വലിയൊരു അധോലോക സംഘം എത്രയോ രാജ്യങ്ങളിലാണ് അവരുടെ പുതിയ ഇനത്തിൽപ്പെട്ട സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിതരണം നടത്തുന്നത്. ഇന്ത്യയിലും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വ്യാപകമായി എത്തുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ മുഖ്യ ആസൂത്രകൻ ഇയാളും സംഘവുമാണ് എന്നാണ് കരുതപ്പെടുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇയാൾ ഓരോ വർഷവും ഇത്തരത്തിൽ സമ്പാദിച്ച് കൂട്ടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും സലിം ഡോലയെ തുർക്കിയിൽ നിന്നാണ് പിടികൂടിയത്. ഇന്ത്യയിൽ ഇയാളെ എത്തിച്ചിട്ടുണ്ട്. ഇനി മുംബൈയിൽ എത്തിച്ചാണ് ഇയാളെ വളരെ വിശദമായി ചോദ്യം ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇന്ത്യയിലെ ഡി കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ കനത്ത ആഘാതം തന്നെയായിരിക്കും ഇയാളുടെ അറസ്റ്റ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ ദാവൂദ് ഇബ്രാഹിമിനും സംഘത്തിനും എവിടെയൊക്കെയാണ് പ്രധാനപ്പെട്ട അവരുടെ ബിസിനസ് താല്പര്യങ്ങളുള്ളത്, ആർക്കൊക്കെയാണ് ഇവർ പണം നൽകുന്നത്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇവർ പണം നൽകുന്നത് ആരു വഴിയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായും അറിയാൻ ഇയാളെ ചോദ്യം ചെയ്തതിലൂടെ കഴിയും എന്നാണ് അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നത്. ഇതിലേറ്റവും വിചിത്രമായ കാര്യം 2018 ഇയാൾ കിലോ കണക്കിന് കഞ്ചാവുമായി അന്ന് പോലീസിൻ്റെ പിടിയിലായതാണ്. പക്ഷേ ഇയാൾ 4 മാസം റിമാൻഡിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജാമ്യം നേടി ഇവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് പോയ ഇയാൾ പിന്നീട് UAE-യിൽ ഇന്ത്യയിൽ നിന്ന് സമ്പാദിച്ച് കൂട്ടി ആയിരക്കണക്കിന് കോടി രൂപ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇയാളുടെ മകൻ പോലീസിൻ്റെ പിടിയിലായിരുന്നു. അയാളെ UAE-യിൽ നിന്ന് നാട് കടത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ തുടരന്വേഷണങ്ങളിലാണ് ഈ സലിം ഡോലയും സംഘവും വിവിധ രാജ്യങ്ങളായി നടത്തുന്ന മയക്കുമരുന്ന് കച്ചവടത്തിനെക്കുറിച്ചും ഇവരുടെ സിന്തറ്റിക് മയക്കുമരുന്ന് ബിസിനസ്സിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇതൊരു ആശ്വാസകരമായ വാർത്തയാണ്. കാരണം സലിം ഡോലയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇയാളുടെ മയക്കുമരുന്ന് കച്ചവടത്തെക്കുറിച്ച് മാത്രമല്ല, അതുവഴി നീളുന്ന തീവ്രവാദത്തിൻ്റെ കൈകളെക്കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ദാവൂദ് ഇബ്രാഹിം ഈ വാർത്ത കേട്ട് ഞെട്ടിക്കാണും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് ഓപ്പറേഷൻ നടത്തുന്നതല്ല അജിത് ഡോവലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു പിഴവുമില്ലാതെ വളരെ കൃത്യമായി തന്നെ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തുർക്കി സർക്കാരുമായി ഇന്ത്യക്ക് വളരെ നല്ല ബന്ധമാണ് ഉള്ളത്. അതുവഴി നടത്തിയ കൃത്യമായ ഓപ്പറേഷനിലൂടെ തന്നെയാണ് ഈ സലിം ഡോലയെ പിടികൂടിയിട്ടുള്ളത്. ഇയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്, മുംബൈക്കാരൻ തന്നെയാണ്. വളരെ കാലമായി ഇയാൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വളരെ വിശ്വസ്തനായിരുന്നു. പക്ഷേ പലപ്പോഴും ഇയാൾ സ്വന്തമായും സിന്തറ്റിക് മയക്കുമരുന്നിൻ്റെ കച്ചവടം നടത്തുന്ന ആളാണ് എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്ത്യയിൽ തീവ്രവാദവും മയക്കുമരുന്നും ഒരേ രീതിയിലാണ്, ഒരേ ശൃംഖലയാണ് നിയന്ത്രിക്കുന്നത് എന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം അയാളുടെ ശിങ്കടികളുമാണ് എന്നുള്ള കാര്യവും നേരത്തെയും വ്യക്തമായിരുന്നതാണ്. സലിം ഡോലയെ കൃത്യമായി പിടികൂടാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലങ്കൈ നമ്മുടെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ രാജ്യത്തെ വലിയൊരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ സിന്തറ്റിക് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ ഇയാൾ കോടികളാണ് സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ളത്. അതേക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, ഇന്ത്യയിൽ എവിടെയൊക്കെ ഇയാൾക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്, മുംബൈയിൽ അവിടെ ബോളിവുഡിലും മറ്റും ഇത്തരം അധോലോക നായകന്മാർ പണം നിക്ഷേപിക്കാറുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിട്ടുണ്ട്, അത്തരത്തിലെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാൻ ഈ ചോദ്യം ചെയ്യലിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇയാൾക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ളത് തന്നെ ഇത്തരത്തിലുള്ള അധോലോക നേതാക്കന്മാരോടും രാജ്യവിരുദ്ധ ശക്തികളോടും തന്നെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തൊരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഇയാൾക്ക് അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ഒപ്പം ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായി മാറും ഈ സലിം ഡോലയുടെ അറസ്റ്റ്.